അതെ, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ മാജിക് പ്രാക്ടീസിൻ്റെ ഡേ 20യുമായിട്ടാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഒരുപാട് നല്ല കമൻറ്റുകളാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. ഒരു ഒന്നോ രണ്ടോ പേര് ഈ പെൺകുട്ടികൾ ജോലിക്ക് പോകുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് ചെറുതായിട്ടൊന്നൊരു നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വിശദമായിട്ട് വേറെ വീഡിയോ തന്നെ ചെയ്യാം കേട്ടോ, അതിനുള്ള മറുപടിയായിട്ട്. അപ്പോൾ ഇതുവരെയുള്ള മാജിക് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരുപാട് വ്യത്യാസം ആളുകൾ ഉണ്ടായെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. കാരണം ഞാൻ മുഖേന ആളുകൾക്ക് അത് കേട്ടിട്ട് അത്രയും വ്യത്യാസം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അത് മാത്രമല്ല, ഏകദേശം 2 ആഴ്ചയായിട്ടുള്ളൂ ഞാനൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിൽ ഏകദേശം 100 ആളുകളോളം ഇതുവരെ ജോയിൻ ചെയ്തു എൻ്റെ ക്ലാസ്സിനായിട്ട്. അപ്പോൾ ഈ യൂട്യൂബിലൂടെ മാത്രം ഈ കുറഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ഇത്രയും ആളുകൾ വന്നത് തന്നെ എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇനിയും ഞാൻ പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കാനും അതനുസരിച്ച് അവരുടെ ജീവിതത്തിൽ ചെറിയൊരു അപ്ഡേഷൻ, ചെറുതല്ല വലിയൊരു അപ്ഡേഷൻ, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, എല്ലാവരും വിജയത്തിൻ്റെ പാതയിലേക്ക് തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം ഇന്ന് പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. അതായത് നമ്മൾ മാജിക് ഹാർട്ട് എന്നാണ് ഈ ഒരു ഡേയുടെ പേര് വന്നിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, നമ്മളുടെ ഹൃദയത്തിൽ തൊട്ട് നമ്മളിപ്പോൾ എന്ത് പറയുമ്പോൾ പറയും, എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഹൃദയത്തിൽ തൊട്ട് തന്നെ ചെയ്യണം എന്നുള്ളത്. അതന്നെ, ഒരു നന്ദി പറയുമ്പോഴും നമ്മളത് ഹാർട്ട് ടച്ച് ആയിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം വെറുതെ ഇങ്ങനെ താങ്ക് യു എന്ന് പറയുന്നതിനേക്കാട്ടിലും നമ്മളുടെ ഉള്ളിൽ തട്ടി ഒരു കാര്യത്തിന്, നമുക്കുള്ള കാര്യത്തിന് നന്ദി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുഗ്രഹങ്ങൾ വരുമെന്നത് തീർച്ചയാണ്. ഒരു ദിവസം ഒരു കമൻറ്റ് കണ്ട് എന്തിനാണ് നന്ദി പറയേണ്ടത്, ഒന്നും തന്നെ ഇല്ല എന്ന്. അടിയിൽ വേറൊരാൾ, എനിക്ക് കമൻറ്റ് ഇടേണ്ടി വന്നില്ല, വേറൊരു കുട്ടി വന്ന് കമൻ്റ് ഇട്ട്, കുട്ടിയാണോ വലിയ ആളാണോ എന്നറിയില്ല, എന്തായാലും കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കമൻ്റ് ഇടാൻ ജീവിച്ചിരിക്കുന്നില്ലേ? അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ക്ലാപ്പ് കൊടുക്കാൻ തോന്നി. കാരണം ഈ വീഡിയോ ഒക്കെ കണ്ട് അവർക്ക് അത്യാവശ്യം പ്രതികരിക്കാനുള്ള ലെവലിലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളാണെങ്കിൽ പോലും അവർക്കൊരുപാട് വ്യത്യാസം വന്നെന്നാണ് പറയുന്നത്. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ വീഡിയോ കണ്ടിട്ട് തന്നെ ആളുകളിൽ ചേഞ്ച് വന്നതാണ്. എല്ലാവർക്കും എല്ലാവരുടെ മനസ്സിൽ നിന്നാണ് ചേഞ്ച് വരേണ്ടത്. ഒരാൾ സ്വയം ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വഴി വളരെ എളുപ്പമായിരിക്കും. നമ്മൾ ഒരാളെ നിർബന്ധിച്ച് കൊണ്ടുവരുന്നത്, ഇപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നത് വേറെ ആരുമല്ല, സ്വയം ഇഷ്ടപ്പെട്ടും സ്വയം എനിക്കൊരു വ്യത്യാസം വരുന്ന ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രമാണ് എൻ്റെ വീഡിയോ കാണാം. അല്ലാത്തവരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇതെന്തോ സംഭവം എന്ന് വിചാരിച്ചിട്ട് മൈൻഡ് ചെയ്യില്ല. അപ്പം അങ്ങനെയുള്ളവർ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയാം. നിങ്ങൾക്ക് എന്ത് വേണോ, ഒരു കാറ് വേണോ, അത് ലഭിച്ചതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഇതൊന്നും കളിയാക്കൊന്നും വേണ്ട കേട്ടിട്ട്. നമുക്ക് അതായത് നമ്മളുടെ മാതാപിതാക്കൾക്ക് ഒന്നുമില്ലെങ്കിൽ പോലും അത് അവരുടെ ചിന്താഗതിയായിരുന്നു, മനസ്സിലായി. അപ്പം ഇനിയുള്ള തലമുറയ്ക്ക് പോലും അങ്ങനെ വരരുതെന്ന് വിചാരിച്ചിട്ട് ഒരു 6 മാസം മുമ്പ് ചിന്തിച്ച കാര്യമായിരിക്കും നമുക്കിപ്പോൾ നടക്കുന്നത്. അല്ലെങ്കിൽ 6 വർഷം മുമ്പ് പ്രവർത്തിച്ചതും ചിന്തിച്ചതുമായിട്ടുള്ളതിൻ്റെ പ്രവർത്തന ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അങ്ങനെ എന്തും കുറച്ച് നാൾ മുമ്പ് ചിന്തിച്ചതും പ്രവർത്തിച്ചതുമായതിൻ്റെയാണ്. അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ, സന്തോഷമാണോ, അതൊക്കെ മുമ്പ് പ്രവർത്തിച്ചതും ചിന്തിച്ചതുമാണ്. അപ്പം ഇനിയുള്ള കാര്യങ്ങളും ഇതിലേറെ ഭംഗിയായി നടക്കാനും എല്ലാം ഹാപ്പി ആയിട്ട് നടക്കാനും നമുക്ക് എന്താ വേണം, നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും ഉണ്ടായിരിക്കുക. അപ്പം നിങ്ങൾ ഒട്ടും തന്നെ ഒരു മടിയും കൂടാതെ ഉള്ളതിനെല്ലാം നന്ദി പറയുക. ഞാൻ വീണ്ടും പറയാണ്, നമുക്ക് റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുള്ളതാണ്. അല്ലാത്തവരെന്താണ് എപ്പോഴും സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എൻ്റെ വിധി, എൻ്റെ യോഗം. അങ്ങനെ ഒരാൾക്കൊരു വിധി ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. അങ്ങനെ നമ്മളെ സൃഷ്ടിച്ചേക്കണേ നമ്മളുടെ ദൈവം ഒരാൾക്ക് കുറവും ഒരാൾക്ക് കൂടുതലായിട്ട് കൊടുക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരാളുടെ ജനിക്കുമ്പോൾ ഇയാൾക്ക് ഇത്തിരി സൗഭാഗ്യം ഇരിക്കട്ടെ, ഇയാൾക്ക് ഇത്തിരി ദുഃഖം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. നമ്മളുടെ പ്രവൃത്തിയുടെ ഫലമാണ് നമുക്ക്. ആരുടെയും ഭാഗ്യം എന്ന് വെച്ചാൽ അവരുടെ പ്രവൃത്തിയാണ് അവരുടെ ഭാഗ്യം. നിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് നോക്ക്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും
സന്തോഷം വരും, സമാധാനം വരും, സൗഭാഗ്യങ്ങൾ വരും. ഒരു മനസ്സ് തന്നെ മാറ്റി വെച്ചാൽ മതി. മനസ്സ് അതായത് നല്ല കാര്യത്തിന് വേണ്ടി നമ്മളുടെ മനസ്സിനെ ഒന്ന് മാറ്റി വയ്ക്കുക. ഇത്രയും ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും. ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക നമുക്ക് ലഭിച്ചതിനെല്ലാത്തിനും. ഈ വീഡിയോ കാണാൻ പറ്റിയതിന് നന്ദി പറയാം. ചിലർ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് എന്തുണ്ടെന്ന്. കണ്ണില്ലേ, കണ്ണുള്ളത് കൊണ്ടല്ലേ കാണാൻ പറ്റിയത്. ഈ കണ്ണില്ലെങ്കിലത്തെ കാര്യം എന്താണ്? ബുദ്ധിയുണ്ട്, ചിന്തിക്കാനുള്ള വിവേകം തന്നിട്ടുണ്ട്, നടക്കാനുള്ള കാല് തന്നിട്ടുണ്ട്, ജോലി ചെയ്യാനുള്ള കൈ തന്നിട്ടുണ്ട്. അപ്പം എല്ലാത്തിനും ഹൃദയത്തിൽ തൊട്ട് നന്ദി പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇനി എൻ്റെ വീഡിയോ അധികം ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വന്നിട്ട് ലിങ്കിൽ കയറി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പേഴ്സണൽ സെക്ഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അപ്പം ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയാൻ ആരും മറക്കണ്ട.